ഗുഡ് ഈവനിങ് എവരിബഡി. നമസ്കാരം. ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മളെല്ലാം അനുഭവിച്ച ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിധ്വനികൾ ലോക ജനതയെ എങ്ങനെ ബാധിച്ചു എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് ഞാൻ ഒരു ഡോക്ടറാണ്. നമ്മുടെ ചീഫ് സ്പീക്കറായിട്ട് വന്നിരിക്കുന്ന ഡോക്ടർ ജേക്കബ് പുളിയേൽ, അദ്ദേഹം ഒരു ഡോക്ടറാണ്. എന്നിരുന്നാലും ഈ വിഷയത്തിൻ്റെ സാമൂഹ്യ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചുമൊക്കെയാണ് നമ്മളിവിടെ പ്രധാനമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് ഡോക്ടർമാർ തമ്മിൽ നടത്തുന്ന വൈദ്യശാസ്ത്ര സംബന്ധമായ സാമ്പ്രദായികമായി നടത്തുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര തുടർ വിദ്യാഭ്യാസ പരിപാടി പോലെ കാണേണ്ടതില്ല. സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടർമാരല്ലാത്ത ആൾക്കാരാണ് ഈ ഒരു പരിപാടി കേൾക്കുവാനും അതിൽ പങ്കെടുക്കുവാനും വരേണ്ടത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് നമ്മുടെ മൈക്രോബയോളജി ടെക്സ്റ്റ് ബുക്കിൽ കേവലം അര പേജ് മാത്രം പരാമർശിച്ച കൊറോണ വൈറസ് കൂടിയാൽ ഒരു 4 മാർക്കിൻ്റെ ഷോർട്ട് നോട്ടായിരിക്കും. അതിനപ്പുറം അതിനൊരു വൈദ്യശാസ്ത്രപരമായ പ്രാധാന്യം പ്രായോഗിക തലത്തിൽ കൊടുത്തിരുന്നില്ല. എന്നിരുന്നാൽ കോവിഡിൻ്റെ ആ ഒരു ഭാഗത്തോടു കൂടി ഏടുകൾ എത്ര എഴുതിയാലും തീരാത്ത ഒരു വലിയ അധ്യായമായിരുന്നു തുറക്കപ്പെടുന്നത്. നാം കണ്ടു, അനേകം ജനങ്ങൾ ഭൂഖണ്ഡങ്ങളുടെ അതിരുകൾ ഭേദിച്ചു കടലുകൾ താണ്ടി ലോക ജനതയെ എല്ലാ മുക്കിലും മൂലയിലും ബാധിക്കാൻ പ്രാപ്തിയുള്ള ഒരു സൂക്ഷ്മാണു മനുഷ്യജീവന് നേരെ, മാനവരാശിയുടെ നിലനിൽപ്പിന് നേരെ തന്നെ ഒരു കടുത്ത വെല്ലുവിളിയായിരുന്നു ഉയർത്തിയിരുന്നത്. പല ആശുപത്രികളിലും സ്വന്തക്കാരോ വേണ്ടപ്പെട്ടവരോ കാണാതെ, അവരെ ഈ രോഗം ബാധിച്ചവർക്ക് കാണാൻ സാധിക്കാതെ നിശബ്ദമായി മൺമറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. 100 കണക്കിന് പേർ പല ആശുപത്രികളിലും ഓരോ ദിവസവും മരിക്കുന്ന സാഹചര്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായി. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഒരു സുഹൃത്ത് ലണ്ടനിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ഏറ്റവും ഗൗരവമേറിയ അസുഖം ബാധിച്ചവരെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന എൻ്റെ സുഹൃത്ത്, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചപ്പോൾ ആദ്യമായി ചെയ്തത് സ്വന്തം വിൽപത്രം, ഓസ്യത്ത് എന്നൊക്കെ പറയുന്ന ലിവിങ് വിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ വീട്ടിൻ്റെ വാതിൽ തുറന്ന് പുറത്തു കൊണ്ടുപോയി വെച്ച് അകത്ത് കയറിയിരുന്ന് സ്വയം ചികിത്സിക്കുകയും. ഞാൻ സൂചിപ്പിച്ചത് എത്രമാത്രം മരണം മനുഷ്യരെ അലട്ടിയിരുന്നു എന്നുള്ള ഒരു കാര്യത്തിൻ്റെ സൂചനയാണ് ആ ഒരു സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ മരണനിരക്കും എത്ര പേര് ഇത്ര സമയത്തിനുള്ളിൽ മരിച്ചു എന്ന വിഷയങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അത് കഴിഞ്ഞ് ഈയൊരു രോഗം ആദ്യമായി കണ്ടപ്പോൾ അതിനുള്ള വ്യക്തമായ രോഗനിർണയ മാർഗങ്ങൾ പരിമിതമായിരുന്നു ലോകത്തെ ഒട്ടാകെ. അതിനാവശ്യമായ
ചികിത്സാ സംവിധാനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള പല സംശയങ്ങളും ആശങ്കകളും അൺസർട്ടനിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതിനും നേരിടാനായി പല മരുന്നുകളും പല ചികിത്സാ രീതികളുമൊക്കെ മാറി മാറി വന്നു. അതിനെതിരെ പ്രതിരോധ കുത്തിവെപ്പ് വന്നു. ഏതായാലും 2 വർഷം, അറൗണ്ട് 2 years കഴിഞ്ഞപ്പോൾ അതിൻ്റെ തീവ്രമായ ആ ഒരു അവസ്ഥയ്ക്ക് വിരാമം കൊള്ളുകയും ലോകം പതുക്കെ സാധാരണ നിലയിലേക്ക് പോവുകയും ചെയ്തു. ഈ ഒരു സ്ഥിതിവിശേഷം നാം കണ്ടു. ലോക്ക്ഡൗൺ, അതുപോലുള്ള കുറേ പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റാതെ ജോലി ചെയ്യുന്ന രീതികൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇങ്ങനെ പല സംഭവങ്ങളും നാം കണ്ടു. ആ സമയത്തുണ്ടായിട്ടുള്ള കൺഫ്യൂഷൻസ്, ആ സമയത്തുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥ, ഇവയെല്ലാം നാം കണ്ടതാണ്. ആ ഒരു അധ്യായം, പേടിപ്പെടുത്തുന്ന ആ ഒരു അധ്യായം കടന്നുപോയതിന് ശേഷം ലോകത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നുകൂടി നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നു, കോവിഡ് ഒരു പാഠമായിരുന്നു ലോകത്തിന്, മനുഷ്യരാശിക്ക്. ആ പാഠത്തിൽ നിന്ന് നമുക്ക് ഇനി വരാനുള്ള കാലഘട്ടങ്ങളിൽ നാം നേരിടാൻ സാധ്യതയുള്ള മഹാമാരികളും അതുപോലെയുള്ള വെല്ലുവിളികൾ എങ്ങനെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ നമുക്ക് സ്വയം സജ്ജരാകാൻ സാധിക്കും എന്നുകൂടി ലോകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഇന്ന് വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്ന ഈ അവസരത്തിൽ കോവിഡിനെ പറ്റി സാമാന്യ ജനത മറന്നുപോയോ എന്ന് പോലും ചികിത്സാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന എനിക്ക് ചില സമയങ്ങളിൽ തോന്നിപ്പോകാറുണ്ട്. ഏതായാലും കോവിഡിനെ മറക്കാതെ അതിനെപ്പറ്റി വീണ്ടും ചർച്ച ചെയ്യാനും ആ ചർച്ചയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്ത സംഘാടകർക്ക് ഞങ്ങളുടെ സാറിൻ്റെ പേരിലും കൂടി ഞങ്ങളുടെ സന്തോഷവും നന്ദിയും ആദ്യമായി അറിയിച്ചുകൊള്ളുന്നു. സാറ് വർഷങ്ങളായി ഡോക്ടർ ജേക്കബ് പുളിയൽ വളരെ സജീവമായി ഡൽഹിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റാണ്, പീഡിയാട്രീഷ്യനാണ്. അതോടൊപ്പം തന്നെ ചികിത്സാതര നോൺ ക്ലിനിക്കൽ മേഖലകളിലും വളരെ സജീവമായി പ്രവർത്തിച്ചു വന്നൊരു വ്യക്തിയാണ്. സാറിന് ബിറ്റ്സ് പിലാനി എന്ന പ്രശസ്തമായ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൽ നിന്ന് ഹെൽത്ത് സിസ്റ്റംസ് മാനേജ്മെൻറ്റിൻ്റെ എന്ന വിഷയത്തിൽ MPhil, he was a PhD teacher, not teacher, guide. അങ്ങനെ പല മേഖലകളിലും, അതല്ലാതെ തന്നെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെ സ്പർശിക്കുന്ന പല മേഖലകളിലും പ്രവർത്തിച്ചു വന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് ഡോക്ടർ ജേക്കബ് പുളിയലിനെ വിഷയം അവതരിപ്പിക്കുവാൻ ഈ കോൺവെർസേഷന് തുടക്കം കുറിക്കുവാനായി ഞാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാറ് ഇത്രയും വർഷങ്ങളായി ഡൽഹിയിലൊക്കെ ആയതുകൊണ്ട് ചികിത്സകൾക്ക് മലയാളം അറിയാമെങ്കിലും പരിപൂർണമായിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ശ്രമിക്കണം. വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങളോട് വിഷയം സംസാരിക്കുന്നതാണ്. ഓവർ ടു യു ഡോക്ടർ ജേക്കബ് പുളിയൽ. താങ്ക് യു ഗോകുൽ. ഞാൻ മലയാളത്തിൽ അല്ലാതെ കൂടുതൽ ഇംഗ്ലീഷിൽ പറയും.
എന്തെങ്കിലും മനസ്സിലായ പ്രയാസം ഉണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ നിർത്തി ഞാൻ പിന്നെ അത് മലയാളത്തിൽ പറഞ്ഞു തരാം. ഞങ്ങൾക്കൊരു തുടക്കത്തിൽ ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഈ ഓഡിയൻസ് ഞാൻ ഇതൊരു പകുതിയായിട്ട് ഇവിടുന്ന് ഡിവൈഡ് ചെയ്താൽ ഈ സൈഡ് towards one side and this the other side. And if I say that I want to spread some lie, some falsehood, some fake news, and I am willing to pay people to spread that news for me, I tell the people on this side, I will pay you 2 rupees for every time you repeat that lie. That's, I think, the going rate for the troll army, where they, for trolling other people, they charge you 2 rupees. So I will pay you 2 rupees for every time you tell that lie. And to the people on this side, I say that I will pay you rupees 100 for every time you tell the lie. Who do you think will do a better job? People on this side who get 100 rupees for every time they repeat this falsehood, or the people on this side who get 2 rupees for every time they repeat the falsehood? സാർ ഒരു ചോദ്യം ചോദിച്ചാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്. ഒരു നുണ, ബിഗ് ബ്ലാക്ക് ലൈ പ്രചരിപ്പിക്കുവാൻ ഒരു വിഭാഗം ആൾക്കാർക്ക് 2 രൂപ തരാമെന്നും അതേപോലെ തന്നെ മറ്റ് വിഭാഗത്തിന് 100 രൂപ വരാമെന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഏറ്റവും നല്ലവണ്ണം ഫലപ്രദമായിട്ട് ആ നുണ പ്രചരിപ്പിക്കുക എന്നാണ് സാർ ചോദിക്കുന്നത്. ഈ 100 രൂപ കിട്ടുന്നവർ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ 100 രൂപ കിട്ടുന്ന ആൾ വിചാരിക്കുന്നത് എനിക്കറിയാമായിരുന്നു ഇത് കള്ളമാണെന്ന്, പക്ഷെ നല്ല കാശുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വാട്ട് ദ ഹെക്ക് ഞാൻ പറഞ്ഞു. ഈ 2 രൂപ കിട്ടുന്ന ആൾ he feels so bad for selling himself for such a paltry sum. ഇത്രയും ചുരുക്കമായ കാശിന് വേണ്ടി അയാളുടെ ഈ കള്ളം സ്പ്രെഡ് ചെയ്യുന്നതിനെ പറ്റി അയാൾക്ക് ഇത്രയും ദണ്ണമുള്ളത് കൊണ്ട് അയാൾ വിചാരിക്കും അയാൾ പറയുന്നത് സത്യമായിരിക്കും, അയാൾ പറയുന്നത് മറ്റവർക്ക് ആവശ്യമുള്ള കാര്യമായിരിക്കും എന്ന് പറഞ്ഞ് they believe what they know is not true to be true, and they make a more convincing liar. So the people who are paid less make more convincing liars. ഇത് വിയറ്റ്നാം വാറിൻ്റെ സമയത്താണ് ഇത് ആദ്യമേ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ പേര് കോഗ്നിറ്റീവ് ഡിസനൻസ് എന്നാണ്. നമുക്കറിയാം ഇത് സത്യമല്ല എന്ന്, എന്നിട്ടും നമ്മൾ വിശ്വസിക്കുന്നത് അത് സത്യമായിട്ട്. അത് കോഗ്നിറ്റീവ് ഡിസനൻസ് എന്നാണ് പറയുന്നത് ഇതിന്. ഈ വിയറ്റ്നാം വാറിൽ അമേരിക്കൻസിൻ്റെ കയ്യിൽ വിയറ്റ്നമീസ് പ്രിസണേഴ്സ് ഓഫ് വാർ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല ലക്ഷറിയസ് ലൈഫൊക്കെ ഒരുമാതിരി നല്ലപോലെ പ്രിസണേഴ്സ് ഓഫ് വാറിനെ ട്രീറ്റ് ചെയ്തു. വിയറ്റ്നാമിൽ അമേരിക്കൻ പ്രിസണേഴ്സ് ഓഫ് വാർ ഉണ്ടായിരുന്നു. അവർ പാവങ്ങളാണ്, അവർ കഞ്ഞി കുടിക്കുന്നവരാണ്, അവർ തീരെ ആവശ്യത്തിലാണ് താമസിക്കുന്നത്. അവരുടെ പ്രിസണേഴ്സ് ഓഫ് വാറിനും ഒരു ലക്ഷറിയും ഇല്ലായിരുന്നു. എന്നിട്ടും എല്ലാ ദിവസം വിയറ്റ്നാം ടെലിവിഷനിൽ അമേരിക്കൻസ് വന്ന് അവരുടെ കൺട്രീനെ പറ്റി ദൂഷ്യം പറയുമായിരുന്നു. അമേരിക്കയിൽ ഉള്ള വിയറ്റ്നമീസ് പ്രിസണേഴ്സ് ഓഫ് വാർ ഒരാൾ പോലും ടെലിവിഷനിൽ അവരുടെ കൺട്രി ചെയ്തത് തെറ്റാണെന്നും ദോഷം ചെയ്തതാണെന്നും നല്ലതല്ല എന്നും ഒരിക്കലും പറഞ്ഞില്ല. അമേരിക്കക്കാർ വിചാരിച്ചു ഇവരുടെ കയ്യിൽ ഈ ചൈനീസ് ബ്രെയിൻ വാഷിംഗ് ടെക്നീക്ക് വല്ലതും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അമേരിക്കൻസ് എല്ലാവരും ഓരോ ദിവസം ടെലിവിഷനിൽ അവരുടെ കൺട്രിയുടെ എഗൻസ്റ്റായിട്ട് പറയുന്നത്. വാർ കഴിഞ്ഞു, പ്രിസണേഴ്സ് ഓഫ് വാർ എക്സ്ചേഞ്ച് ചെയ്തു.
അത് കഴിഞ്ഞിട്ടാണ് ഈ ബ്രെയിൻ വാഷിംഗ് ടെക്നീക്ക് എന്നാന്ന് മനസ്സിലായത്. ഒരു ദിവസം ശനിയാഴ്ച വേറെ ഒന്നും പണിയൊന്നും ഇല്ലാത്തപ്പം ഈ വിയറ്റ്നമീസ് ക്യാപ്റ്റേഴ്സ് പ്രിസണേഴ്സ് ഓഫ് വാറിനെ എൻഗേജ് ചെയ്യാനായിട്ട് അവർക്ക് വല്ല ടാസ്ക് കൊടുക്കുമായിരുന്നു. ഒരു എഴുതാൻ, കോമ്പറ്റീഷൻ. വാട്ട് ആർ ദ ഡിഫക്ട്സ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റിക് സിസ്റ്റം. ഏറ്റവും നല്ല എഴുതുന്ന അമേരിക്കൻ പ്രിസണർ ഓഫ് വാറിന് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുമായിരുന്നു. അയാളുടെ എല്ലാവരുടെ മുമ്പിൽ വായിക്കുമായിരുന്നു. അയാൾക്ക് എന്തെങ്കിലും ഒരു ട്രിങ്കറ്റ്, ഒരു ലാപ്പൽ പിന്നോ ഒരു ബോൾ കഞ്ഞി എക്സ്ട്രായോ അങ്ങനെ വല്ലതും കൊടുക്കുമായിരുന്നു. വളരെ തുച്ഛമായിട്ടുള്ള ഗിഫ്റ്റ്സ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അമേരിക്കൻ ഇത്രയും ലോ വാല്യൂ പ്രൈസിന് വേണ്ടി അവരുടെ ഈ കാര്യങ്ങളൊക്കെ എഴുതിയതിനെ പറ്റി അവർക്ക് ഇത്രയും they felt so bad that they convinced themselves that they wrote what they wrote because they thought it was true, that they were false in the capitalistic system, and they were willing to go on Vietnamese television to speak about it. This is called cognitive dissonance. അത് നമ്മൾ മനസ്സിൽ വെക്കണം. നമ്മുടെ ഈ ടോക്കിൻ്റെ ഇടയ്ക്ക് കോവിഡ് നമ്മുടെ ലോകത്തിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്? ഞാൻ ലാസ്റ്റായിട്ട് നോക്കിയപ്പം 70 ലക്ഷം മനുഷ്യർ മരിച്ചു. അവരുടെ ഫാമിലീസ്, അവരുടെ ലവ്ഡ് വൺസിൻ്റെ ലൈഫ്സിനെ അത് ശരിക്കും കുറേ ബാധിച്ച് കാണുന്നു. നമ്മൾ സ്കൂൾസ് അടച്ചു, എഡ്യൂക്കേഷൻ ഓൺലൈനായി. അതിൽ നല്ല സിറ്റീസിൽ താമസിക്കുന്ന സ്മാർട്ട് ഫോൺസ് ഉള്ളവർ, ടാബ്ലറ്റ്സ് ഉള്ളവർ, ലാപ്ടോപ്സ് ഉള്ളവർ, അങ്ങനത്തെ പിള്ളേർക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റൂറൽ പുവർ, അവർക്ക് സ്മാർട്ട് ഫോൺ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ എഡ്യൂക്കേഷൻ്റെ എല്ലാ ആസ്പിറേഷനും, അവരുടെ ലിറ്ററസിയുടെ എല്ലാ ആസ്പിറേഷനും അതുകൊണ്ട് തീർന്നു. അവർ തിരിച്ച് സ്കൂളിൽ പോയില്ല. നമ്മൾ ഇതിൽ വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്തു. വർക്ക് ഫ്രം ഹോം നല്ലതായിരുന്നു. വീട്ടിലിരിഞ്ഞ് കമ്മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 2 മണിക്കൂർ കാറില്ലാതെ ഇരിക്കേണ്ട ആവശ്യമില്ല, പൊല്യൂഷൻ കുറഞ്ഞു, എല്ലാം കൊണ്ട് നല്ല സുഖമായിരുന്നു. പക്ഷേ 1000 കണക്കിൽ മനുഷ്യർക്ക് ജോലി ഇന്ന് വിട്ടു, അവരുടെ ജോലി പോയി. അവർ ഈ 5 കിലോ റേഷൻ ഗവൺമെൻറ് കൊടുക്കുന്നതിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റായി. പറയുന്നത് ഈ കോവിഡിൻ്റെ സമയത്ത് മനുഷ്യരെല്ലാവരും പൂട്ടിയിട്ടത് കൊണ്ട് കിളികൾ ടൗണിലൊക്കെ പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. സിംഗിങ് ഓഫ് സോങ്സ് of the birds. All these changes we saw. We started online shopping. Blinkit എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കണ്ണടയ്ക്കുന്നത് 10 മിനിറ്റിൻ്റെ അകം എന്ത് വേണം, ഗ്രോസറി വേണമെങ്കിൽ വീട്ടിൽ കൊണ്ട് തരും. ഇതുകൊണ്ട് ജെഫ് ബീസോസ് എന്ന് പറഞ്ഞ ആമസോണിൻ്റെ ഓണറിൻ്റെ വെൽത്ത് 4 വർഷം കൊണ്ട് ഡബിൾ ചെയ്തു. 200 ബില്യൺ അമേരിക്കൻ ഡോളേഴ്സാണ് അയാളുടെ ടോട്ടൽ വെൽത്ത് ഡബിൾ ചെയ്തു വന്നത്. അതേ സമയത്ത് ഈ കോമ്പറ്റീഷൻ്റെ എഗൻസ്റ്റായിട്ട് സ്റ്റാൻഡ് ചെയ്യാത്തവർ അവരുടെ കട പെർമനൻ്റായിട്ട് ക്ലോസ് ചെയ്തു. അവർ പക്കോട ബോയിൽ ചെയ്ത്, മോദി പറയുന്ന പോലെ പക്കോട കുക്ക് ചെയ്ത് ആളുകൾക്ക് വീട്ടിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ അൺഎംപ്ലോയിഡായിട്ട് ഇരിക്കേണ്ടി വരുന്നു. ഇതെല്ലാം ഈ കോവിഡിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ സംഭവങ്ങളാണ്. ഞാൻ ഈ ടോക്ക് ഒരുപാട് ഈസി ആയിട്ടുള്ളത് ജസ്റ്റ്
3 ആഴ്ച മുമ്പ് 4th of December US കോൺഗ്രഷണൽ കമ്മിറ്റി 2 വർഷമായിട്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരുപാട് ജേർണൽസ് വായിച്ച് ഒരുപാട് പേരെ സബീന ചെയ്ത് എക്സ്പേർട്സിനോട് ചോദിച്ച് അവരുടെ ഫൈനൽ റിപ്പോർട്ട് 4th December 2024 പബ്ലിഷ് ചെയ്തു. ഞാൻ ഇനി പറയാൻ പോകുന്നത് എല്ലാം അതിൻ്റെ അകത്തു നിന്നാണ്. അവർ കണ്ടുപിടിച്ചത് ഈ വൈറസ് നേച്ചറിൽ ഇല്ല. ഇത് കോവിഡ് വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീനിൽ ഒരു കൊച്ച് ജീന് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻസേർഷൻ്റെ കാരണം ഈ വൈറസ് മനുഷ്യൻ്റെ അകം കയറിയിട്ടുണ്ട്. അത് ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് മറ്റേ മനുഷ്യനോട് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടിയിട്ടുണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഇൻസേർഷൻ വേറെ എങ്ങും നേച്ചറിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ലാബിൽ ഉണ്ടാക്കിയ ഒരു വൈറസാണ്. അത് ഈ കോൺഗ്രഷണൽ റിപ്പോർട്ട് US കോൺഗ്രഷണൽ റിപ്പോർട്ട് അവിടെ ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാൻ മെയ്ഡ് വൈറസ്. അത് എങ്ങനെയാണ് ഉണ്ടായത്? ആൻ്റണി ഫൗച്ചി എന്ന് പറഞ്ഞ ഒരു ഹെഡ് ഓഫ് ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് USA, അയാൾ അമേരിക്കൻ ടാക്സ് പെയറിൻ്റെ കാശെടുത്ത് പീറ്റർ ഡാസാക് ഈക്കോ ഹെൽത്ത് അലയൻസിന് കൊടുത്ത് അവരുടെ കൊണ്ട് വുഹാൻ ചൈനയിൽ ഈ റിസർച്ച് ചെയ്യിപ്പിച്ചതാണ്. ഈ വൈറസിനെ കൂടുതൽ പോട്ടൻ്റ് ആക്കാനായിട്ടുള്ള റിസർച്ച് അമേരിക്കയിൽ ബാൻഡാണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വലിയ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അമേരിക്കയിൽ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ആൻ്റണി ഫൗച്ചി അമേരിക്കൻ കാശ് എടുത്ത് ചൈനയിൽ അയച്ച് ഈ വൈറസിനെ ഉണ്ടാക്കിച്ചു. അപ്പം ഈ ആൻ്റണി ഫൗച്ചി ഇത്രയും വലിയ ആൾ എന്നാ മനുഷ്യരെ എല്ലാവരും കൊല്ലാനായിട്ട് നോക്കുമായിരുന്നോ? ചിലപ്പോൾ അല്ലായിരിക്കും. ചിലപ്പോൾ അയാൾ വിചാരിക്കുന്നത് ഈ നമ്മൾ ഇങ്ങനത്തെ വൈറസസ് കണ്ടുപിടിച്ചാൽ അതിനുള്ള വാക്സിൻസൊക്കെ ഉണ്ടാക്കാമായിരിക്കും. അതുകൊണ്ട് അത് നേരത്തെ കൂട്ടി അറിയുന്നത് നല്ലതാണ്. US ഗവൺമെൻറ് അലൗ ചെയ്യുന്നില്ല, നമുക്ക് ചൈനയെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതായിരിക്കും വിചാരിച്ചത്. ഇതാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം ഇത് നല്ലതല്ല എന്നിട്ടും ഇത് അവർ ചെയ്തു. അടുത്ത കാര്യം അവർ കണ്ടുപിടിച്ചത് ഈ ഒരുപാട് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ഡിസ്റ്റൻസിങ്, 6 അടി, മാസ്ക് ഇടുക. ഇതിൽ ഒന്നും സയൻറ്റിഫിക് ബേസിസ് ഇല്ലായിരുന്നു. എന്നിട്ടും അവർ എൻഫോഴ്സ് ചെയ്തു. ഇത് എൻഫോഴ്സ് ചെയ്ത കാരണമായിട്ട് മനുഷ്യർക്ക് അതോറിറ്റിനോടുള്ള വിശ്വാസം ഒരുപാട് കൂടുതൽ കുറഞ്ഞു. വാക്സിൻ ഉണ്ടാക്കി അത് മുഴുവൻ പ്രോപ്പർലി ടെസ്റ്റ് ചെയ്യാതെ എമർജൻസി യൂസ് ഓഥറൈസേഷൻ കൊടുത്ത് എല്ലായിടത്തും ഉപയോഗിച്ചു. അതിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് അറിഞ്ഞുകൊണ്ട് അതിനെ ഡൗൺ പ്ലേ ചെയ്ത് ഈ വാക്സിൻ കൊടുത്തു. വാക്സിൻ്റെ ഇഫക്റ്റീവ്നെസ്, മാൻ ടു മാൻ സ്പ്രെഡ് ഒട്ടും ഇല്ലായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് ചെയ്തത്. ഈ ആൻ്റണി ഫൗച്ചി ഈ വൈറസ് കൊടുത്ത് ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഒരു വൈറസ് നേച്ചറിൽ കണ്ടിട്ടില്ല, ഇത് ലാബിൽ നിന്നായിരിക്കും വന്നതെന്ന് പറഞ്ഞപ്പം ആൻ്റണി ഫൗച്ചി പീറ്റർ ഡാസാക് വഴി ഒരു 20ഓളം സയൻറ്റിസ്റ്റിനെ കൊണ്ട് ഒരു ലെറ്റർ ടു ദി എഡിറ്റർ അയച്ചു. അത് ലാൻസെറ്റിൽ പബ്ലിഷ് ചെയ്തു. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതാണ് എല്ലാവരും ഫാക്ട് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. ആരെങ്കിലും പറഞ്ഞു ഇത് വൈറസ് മാൻമെയ്ഡാണെന്ന് പറഞ്ഞാൽ ഉടനെ അവരെ ഷട്ട് ഡൗൺ ചെയ്യും, അത് പബ്ലിഷ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി വന്നു. ആക്ച്വലി ഈ
ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തത് സയൻറ്റിഫിക് എൻക്വയറിയിലാണ്. അവർക്ക് ഈ നറേറ്റീവ് സ്പ്രെഡ് ചെയ്യണമായിരുന്നു. ഈ വൈറസാണ്, ഇത് നാച്ചുറൽ ഓറിജിൻ വൈറസാണ്, ഇത് വാക്സിൻ നല്ലതാണ്, ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ദേ ഹാഡ് ടു ഷട്ട് ഡൗൺ ഓൾ കോൺട്രവേഴ്സി. അതുകൊണ്ട് അവർ ഇത് മിസ്ഇൻഫർമേഷനാണ്, ഡിസ്ഇൻഫർമേഷനാണെന്ന് പറഞ്ഞ് എല്ലാത്തിനെയും ലേബിൾ ചെയ്തിട്ട് അതിനെ എല്ലാം സെൻസർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ആർട്ടിക്കിൾ എഴുതണമെങ്കിൽ എഡിറ്റേഴ്സ് ആരും പബ്ലിഷ് ചെയ്യാനായിട്ട് തയ്യാറല്ലായിരുന്നു. അപ്പോൾ സയൻറ്റിഫിക് എൻക്വയറി എങ്ങനെയാണെന്നറിയാമോ? സാധാരണ എനിക്കൊരു പേപ്പർ എഴുതണമെങ്കിൽ ഞാനൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കും. ഞാൻ മനസ്സിൽ നിന്ന് എൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കും, ഇതായിരിക്കും ശരിയെന്ന് വിചാരിക്കും. എൻ്റെ അടുത്ത ജോലി ഒരു എക്സ്പെരിമെൻറ്റ് ഡിവൈസ് ചെയ്യാനാണ്, ടു ഫോൾസിഫൈ ദ ഹൈപ്പോത്തസിസ്. ആ ഹൈപ്പോത്തസിസ് തെറ്റാണെന്ന് കാണിക്കാനായിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ഞാൻ ഡിവൈസ് ചെയ്തിട്ട് ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫോൾസിഫൈ ചെയ്യാൻ വയ്യായെങ്കിൽ ഞാനത് പബ്ലിഷ് ചെയ്യാം. അത് ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോകം മുഴുവൻ അത് കാണും. എല്ലാവരും എൻ്റെ ഈ ഹൈപ്പോത്തസിസ് ഫോൾസിഫൈ ചെയ്യാൻ നോക്കും. ആരും ഫോൾസിഫൈ ചെയ്യാൻ ഒക്കുന്നില്ലെങ്കിലേ ഉള്ളൂ അത് വാലിഡ് സയൻസ് ആകുന്നത്. പക്ഷേ ഈ റെജീമിൽ സയൻറ്റിഫിക് നോളജിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വയ്യായിരുന്നു. WHO പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. ആരെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവർ മിസ്ലീഡിങ് ഇൻഫർമേഷനാണ്, ഫേക്ക് ന്യൂസാണ്, അവരുടെ ജോലി വിടുമായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതി വന്നായിരുന്നു. അപ്പം ഈ കോവിഡ് ഞങ്ങൾക്ക് ഏറ്റവും ദോഷം ചെയ്തത് ഈ സയൻറ്റിഫിക് എൻക്വയറി മൈൻഡ് സ്റ്റോപ്പ് ചെയ്തതാണ്. ആർക്കും അതിൻ്റെ എഗൻസ്റ്റായിട്ട് ഒന്നും പറയാൻ വന്നില്ല. ഇതാണ് കോവിഡ് നമുക്ക് ഇപ്പം ചെയ്ത് തന്നേക്കുന്നത്. വേറെ വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കോവിഡ് കോൺഗ്രഷണൽ ഫൈനൽ റിപ്പോർട്ട് എന്ന് വെച്ചാൽ എഴുതിയാൽ ഈ 520 പേജുള്ള ഫൈനൽ റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് ഓരോ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. Sir, whether COVID was manufactured or not, whether COVID was അത് നമ്മൾ കണ്ടത് SARS-CoV-2 അല്ലേ, SARS-CoV-2 ആ വൈറസ് കൊറോണ വൈറസിൻ്റെ ഒരു നോവൽ വൈറസാണെന്നാണ് WHO മുതലായ സംഘടനകൾ അസംതൃപ്തമായി പ്രഖ്യാപിച്ചത്. അത് ആരും മാനുഫാക്ചർ ചെയ്തു അല്ലെങ്കിൽ ഡിനോവോ വന്നതാണോ, ഇതൊക്കെ തർക്ക വിഷയങ്ങളായിരിക്കാം. എന്നിരുന്നാലും അതുണ്ടാക്കിയ കെടുതി ട്രാൻസെൻഡിങ് കോണ്ടിനെൻ്റൽ ബോർഡേഴ്സ് അക്രോസ് ദ ഓഷൻസ്, അതിൻ്റെ മോഡ് ഓഫ് സ്പ്രെഡ്, ഇതെല്ലാം തന്നെ അതുണ്ടാക്കിയിട്ടുള്ള മോർട്ടാലിറ്റി, മോർബിഡിറ്റി, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമായി ഇന്നും നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സയൻറ്റിഫിക് എൻക്വയറി നടന്നില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ മെഡിക്കൽ ഫീൽഡ് കംപ്ലീറ്റ്ലി ഡംഫോൾഡഡ് ആണ് എന്ന് നമുക്ക് ധരിക്കാൻ സാധിക്കുമോ? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അൺകണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ചാലഞ്ചിനെ നേരിടാനായിട്ട് സജ്ജമായി അതിനാവശ്യമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുകയും ആ ഗവേഷണങ്ങൾ പല കാര്യങ്ങളിൽ കണ്ടെത്തുകയൊക്കെ ചെയ്ത സ്ഥിതിക്ക് വാക്സിൻ എഫിഷ്യൻസിയെക്കുറിച്ച് ഇന്ത്യയിൽ സുപ്രീം കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. ഒരു വാക്സിൻ 78%, വേറൊരു വാക്സിൻ 92% എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെ ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നടത്തിയിട്ടുള്ള വളരെ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള
വസ്തുതകളാണ്. ആൻഡ് ഇറ്റ് വാസ് പ്രസൻറ്റഡ് ടു നൺ അതർ ദാൻ ദ സുപ്രീം കോർട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കെ ക്യാൻ വി സേ ദറ്റ് പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിസിബിലിറ്റി, സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആവശ്യമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? നമ്മളുടെയൊക്കെ പ്രാക്ടീസിങ് ക്ലിനീഷ്യൻസിൻ്റെയൊക്കെ അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട്. അപ്പോൾ കോൺഗ്രഷണൽ റിപ്പോർട്ടിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതിന് മറ്റൊരു കഥയും തിരക്കഥയും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം പൊതുവെ നിലനിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കോൺഗ്രഷണൽ റിപ്പോർട്ടിൻ്റെ മുഴുവൻ ഓൺലൈൻ അവൈലബിലിറ്റിയും അവർ ആയിരക്കണക്ക് റിസർച്ച് പേപ്പേഴ്സും എക്സ്പേർട്സിനെ സബീന ചെയ്ത് വിറ്റ്നസ് എവിഡൻസ് എടുത്ത് എഴുതിയ റിപ്പോർട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി കോൺഗ്രഷണൽ റെക്കോർഡ്സ്. അപ്പം one thing that has happened is that there was a very severe commercial interest. Repurposed drugs. Ivermectin എന്ന് പറഞ്ഞൊരു വേംസിനുള്ള ഒരു മരുന്നാണ്. Many peer-reviewed literature have said that it is effective against this virus. പക്ഷേ അതിന് പേറ്റൻറ്റ് പോയി കഴിഞ്ഞതുകൊണ്ട് അത് വിൽക്കുന്നത് കൊണ്ട് വലിയ കാശ് ലാഭിക്കാനൊക്കെ കമ്പനിക്കാർക്ക് കാശ് ഉണ്ടാക്കാനൊക്കത്തില്ല. അതുകൊണ്ട് വിറ്റമിൻ ഡിയുടെ ബെനിഫിറ്റ്, ഐവർമെക്റ്റിൻ്റെ ബെനിഫിറ്റ് എല്ലാം ഡൗൺ പ്ലേ ചെയ്തു. റെംഡെസിവിർ എന്ന് പറഞ്ഞൊരു പുതിയ പേറ്റൻറ്റഡ് ആയിട്ടുള്ളൊരു ഡ്രഗ് ഇപ്പോൾ ഞങ്ങൾക്കറിയാം അത് ഗുണമൊന്നും ചെയ്തില്ല, ദോഷം കിഡ്നിയെ ഡാമേജ് ചെയ്തു കുറേ ആൾക്ക്. അങ്ങനത്തെ പുതിയ ഡ്രഗ്സ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പേറ്റൻ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പുതിയ ഡ്രഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് 20 വർഷത്തേക്ക് അതിന് എന്ത് വേണേലും ചാർജ് ചെയ്യാം. പക്ഷേ 20 വർഷം കഴിയുമ്പോൾ അതിൻ്റെ പേറ്റൻറ്റ് തീരുമ്പം ആർക്ക് വേണമെങ്കിലും അത് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ വില ഉടനെ അങ്ങ് കുറയും. അപ്പം പേറ്റൻറ്റ് മാറിക്കഴിഞ്ഞ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാതെ ഈ യൂസ്ലെസ് ആയിട്ടുള്ളൊരു പുതിയ പേറ്റൻറ്റ് ഡ്രഗ് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ എഫേർട്സ് ഉണ്ടായിട്ടുണ്ട് ഈ കോവിഡിൻ്റെ സമയത്ത്. അപ്പോൾ നമ്മളിപ്പം ഈ 6 ഫുട്ട് ഡിസ്റ്റൻസ് കോമൺ സെൻസ് ആണല്ലോ. ഒരു മനുഷ്യൻ്റെ അടുത്ത് മറ്റേ മനുഷ്യൻ്റെ അടുത്ത് നിന്നാൽ അയാൾക്ക് കോവിഡ് പിടിക്കാൻ ചാൻസ് കൂടുതലുണ്ടല്ലോ. ഇതൊക്കെ കോമൺ സെൻസാണ്. ഇത് സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്തതല്ല. കൺഗ്രഷണൽ റിപ്പോർട്ട് പറയുന്നത് ഇതിന് ഒന്നും വാലിഡിറ്റി ഇല്ലായിരുന്നു. മാസ്ക് ഇടുന്നത് കൊണ്ട് ഈ വൈറസ് മാസ്കിൻ്റെ ഈ 95N മാസ്കിൻ്റെ പോർസിൻ്റെ കൂടുന്ന് പുറത്ത് ഇറങ്ങുമായിരുന്നു. അത് ഒരുപാട് ഈ തന്നെത്താനെ ബ്രീത് ചെയ്തുകൊണ്ട് ആ ബ്രീത് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ദോഷങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. ബട്ട് വി ഡോണ്ട് നീഡ് ടു ഗോ ഇൻ ടു ഓൾ ദാറ്റ്. ദ ബ്രോഡ് ലെസൺസ് ആർ വെരി ക്ലിയർ that this was probably manufactured because the one little change that is there in the pandemic virus is not there anywhere else in nature. And when you have evolution of a virus, you will find some variation of it in nature, and then it goes on evolving and then comes to a stage where it may cross on to humans. Whereas this one gene mutation is not seen anywhere in nature. And therefore, and also 6 months before the pandemic was declared, people in the Wuhan lab, people working in the Wuhan lab were getting this respiratory illness. So for all those reasons, before the wet market pandemic started, this had started already in the Wuhan lab.
Okay, while agreeing to disagree with you, ഡോക്ടർ ജേക്കബ് പുലിയല്ലുമായി അടിസ്ഥാനപരമായ ചില വിയോജിപ്പുകളിൽ ഞാനിവിടെ വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ്. ജനങ്ങൾ കോവിഡിൻ്റെ കാലഘട്ടങ്ങളിൽ പൊതുവേ ഉണ്ടായിരുന്ന ആ ഒരു ആശങ്കകളുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കോവിഡ് പിടിക്കുക, കാരണം കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള കെടുതികൾ അത് അസുഖത്തിൻ്റെ കാഠിന്യം കൊണ്ടും ആ കാഠിന്യം കൊണ്ടുണ്ടായിട്ടുള്ള മരണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു യാഥാർത്ഥ്യമാണ്. കോവിഡ് വന്ന ആൾക്കാരെ അതിന് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരെ PCR എന്ന് പറഞ്ഞിട്ടുള്ള പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അടക്കമുള്ള ലണ്ടനിലെ ഏറ്റവും മികച്ച ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന എൻ്റെ സുഹൃത്തിൻ്റെ കഥ ഞാൻ പറയുക. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദ ഇൻസ്റ്റിങ് ഫോർ സെൽഫ് പ്രിസർവേഷൻ, സ്വയം നിലനിൽക്കാനുള്ള ആ ഒരു ഉൾവിളി ഇത്രമാത്രം കൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. അത് വെറുതെ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നില്ല. അത് തികച്ചും വസ്തുക്കളെ അല്ലെങ്കിൽ അവരെ ചുറ്റുവട്ടം നടക്കുന്ന അവരുടെ നിയർ ആൻഡ് ഡിയർ വൺസ് പെട്ടെന്ന് അവിചാരിതമായിട്ട് ഒരേ രീതിയിലുള്ള അസുഖം ബാധിച്ച് മരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ആ സാഹചര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ബോധ്യം അതിന് ശേഷം മറ്റ് കാര്യങ്ങളിലുണ്ടായിട്ടുള്ള ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആരോഗ്യം, നമ്മളെ ജീവൻ നമ്മൾ നിലനിർത്തേണ്ടതാണ് എന്നുള്ള പൊതുവെയുള്ള ഒരു ധാരണ അതിന് മാറ്റം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കോവിഡിൽ നിന്ന് ഈ മരണനിരക്കെല്ലാം കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ജീവിത രീതികൾ സ്വീകരിക്കാനൊക്കെ ജനങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കും. ഒരു പ്രാക്ടീസിങ് ഫിസിഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ പല സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ സയൻറ്റിഫിക് ബോഡീസ് ചർച്ച ചെയ്ത ചർച്ചകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടം വളരെ ഭീകരമായിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞു പോയെങ്കിലും അതിനുശേഷം മറ്റ് കാര്യങ്ങളിൽ ഇപ്പം പ്രമേഹം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ മറ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ നാം പറയുന്ന അസുഖങ്ങൾ കൊണ്ട് അത് വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മാനസികമായ ക്രമീകരണം ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ജനങ്ങൾ കോവിഡിൽ നിന്ന് വല്ല പാഠങ്ങൾ പഠിച്ച് സ്വന്തം ജീവിതത്തിൽ ആരോഗ്യപരമായ ജീവിത രീതികൾ അവലംബിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഞങ്ങളുടെ അഭിപ്രായം നിശ്ചയമായും ആ ഒരു തലത്തിലേക്ക് ജനങ്ങൾ ഉണ്ടായിട്ടില്ല. അതേ മറിച്ച് മാർക്കറ്റിൻ്റെ പ്രലോഭനങ്ങൾക്ക് വിധേയമായി ജീവിത രീതികൾ ക്രമീകരിക്കുകയും അതിൻ്റെ ഫലമായി ഇന്നും ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഒരു പാനലിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ കോവിഡ് കഴിഞ്ഞ ഈ ഒരു പശ്ചാത്തലത്തിൽ വർദ്ധിച്ചു വരുന്ന മറ്റ് രോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനെ പറ്റിയിട്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തുടർന്ന് നടത്താൻ മുന്നോട്ട് വരണം. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിച്ച്, ആരോഗ്യ നയങ്ങൾ രൂപീകരിച്ച് ആ ഒരു ആരോഗ്യത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കേണ്ട ഒരാവശ്യമുണ്ട്. പിന്നെ കോവിഡ് ഉണ്ടാക്കി മറ്റൊരു മാറ്റം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ രോഗനിർണയത്തിനും ഡോക്ടർമാരുടെ വൈദ്യശാസ്ത്ര സമൂഹത്തിൻ്റെ രോഗനിർണയ രീതികൾക്കും പിന്നെ ചികിത്സാ രീതികൾക്കും
ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നാണ്. അവിടെയും നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ രോഗനിർണയത്തിലൊക്കെ അമിതമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കോവിഡിന് ശേഷം ഉണ്ടായിരുന്നില്ല. ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു സർ whether the medical community has because following as a result of COVID, has the practice of medicine become more diagnostic, laboratory diagnostic oriented and less clinically oriented? I mean, nobody is denying the fact that 70 lakh people died from COVID. But because of the vaccine, for example, there have been large number of sudden deaths from heart attacks, young people doing exercises, people who are having strokes. Now they are talking about a very rapidly progressing type of cancer because the immune system has been suppressed. So all these things were propagated by us doctors, and അതുകൊണ്ട് ഞങ്ങളുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞിട്ടുണ്ട്. വാക്സിൻസിനോടുള്ള വിശ്വാസം നേരത്തെ ഉണ്ടായിരുന്നതിൽ ഒരുപാട് കൂടുതൽ കുറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു വാക്സിൻ മനുഷ്യരുടെ മറ്റേ ആളിനോട് സ്പ്രെഡ് ചെയ്യുന്നതിന് ഒട്ടും ഇഫക്റ്റീവായിട്ടില്ലാത്ത ഒരു വാക്സിൻ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് മനുഷ്യർക്ക് നമ്മളെ മേലുള്ള വിശ്വാസം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. 1961 ഒരു കഥ പറഞ്ഞോട്ടെ. 1961 വേൾഡ് വാർ 2 കഴിഞ്ഞ സമയത്ത് ലോകത്തിൽ എല്ലാവരും എനിക്ക് മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ലോകത്തിൽ എല്ലാവരും കൂടെ 6 മില്യൺ പീപ്പിളിനെ, ജ്യൂസിനെ ഒരാളുടെ ഓർഡേഴ്സ് കൊണ്ട് എങ്ങനെ കൊന്നു, എന്തിനു കൊന്നു, മനുഷ്യരിങ്ങനെ എങ്ങനെ ആയത്? അപ്പം മിൽഗ്രാം എന്ന് പറഞ്ഞ സ്റ്റാൻലി മിൽഗ്രാം എന്ന് പറഞ്ഞ ഒരു യങ് സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു യേൽ യൂണിവേഴ്സിറ്റിയിൽ. അയാൾ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. ആൾ പേപ്പറിൽ അഡ്വർടൈസ്മെൻ്റ് ഇട്ടു. ആൾ ലേണിങ്ങിനെ പറ്റി ഒരു എക്സ്പെരിമെൻറ്റിന് വോളണ്ടിയേഴ്സിനെ വിളിപ്പിക്കുകയായിരുന്നു. ആരെങ്കിലും 1 മണിക്കൂർ ഈ എക്സ്പെരിമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അവർക്ക് $4 കൊടുക്കുമായിരുന്നു. ഈ 1961 $4 കുറേ, ഇറ്റ്സ് എ ലാർജ് സം. അപ്പം നമ്മൾ ജസ്റ്റ് ഇമാജിൻ ദറ്റ് നമ്മൾ ഒരു സൺഡേ ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് യേൽ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ ബെല്ലടിച്ചാൽ സ്റ്റാൻലി മിൽഗ്രാം പുറത്തു വരും, വലിയ ലാബ് കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഷേക്ക് ഹാൻഡ് ചെയ്യും. പിന്നെ പോക്കറ്റിൽ കൈ ഇട്ടിട്ട് $4 കൈ തരും. ഇത് നിങ്ങൾക്ക് വേണ്ടി വെക്കാനായിട്ടാണ്. ഈ എക്സ്പെരിമെൻറ്റിൽ വേറൊരാളും കൂടെ വേണം. അയാൾ ഈ 1 മണിക്കൂറിനകം വന്നെങ്കിൽ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആണ്, നിങ്ങൾക്ക് പോകാം, ഈ $4 നിങ്ങളുടെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പം വേറൊരാൾ വരുന്നു. മിൽഗ്രാം അയാളുടെ അടുത്ത് പോകുന്നു, അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അയാൾ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്നു, അയാൾക്ക് $4 കൊടുക്കുന്നു. പിന്നെ പറയുന്നു ഇനി ഞങ്ങൾ റെഡിയായി, മറ്റേ ആൾ വന്നിട്ടുണ്ട്. ഇത് ലേണിങ്ങിനെ പറ്റി ഒരു എക്സ്പെരിമെൻ്റാണ്. ഒരാൾ ടീച്ചറാകണം, ഒരാൾ സ്റ്റുഡൻ്റ് ആകണം. അത് നിങ്ങളാണ് ആദ്യം വന്ന് നിങ്ങൾ ലോട്ട് എടുത്തോ. അപ്പോൾ നിങ്ങൾ ലോട്ട് എടുത്തു, നിങ്ങൾ ടീച്ചറായി, മറ്റേ ആൾ ലേണറായി. അപ്പോൾ മിൽഗ്രാം പിന്നെ ഈ എക്സ്പെരിമെൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ടീച്ചർ ഒരു 2-way മൈക്ക് സിസ്റ്റമുണ്ട്. 2 വേർഡ്, പേപ്പർ, ടേബിൾ, ഷാമിയാന, ക്യാറ്റ്, അങ്ങനെ അൺറിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് 2 വേർഡ്സ് ഈ ടീച്ചർ വായിക്കണം. ഈ സ്റ്റുഡൻറ്റ് താഴെ ഒരു ബേസ്മെൻറ്റ് ബങ്കർ റൂമിൽ അത് റിപ്പീറ്റ് ചെയ്യണം ഉടനെ. പിന്നെ മറ്റേ 2 വേർഡ് വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇത് പൊക്കോണ്ടിരിക്കും.
അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ താഴെ പോകുന്നുണ്ട്. ബിൽഗ്രാം ഇയാളെ ലേണറിനെ ഒരു കസേരയിൽ ഇരുത്തുന്നു. കസേരയെ നോക്കുമ്പോൾ അയാൾ സ്ട്രാപ്പ് ചെയ്യാണ് കസേരയിൽ. ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു ഇലക്ട്രോഡ് പോലെ ഏതാണ്ടൊക്കെ വെക്കുന്നുണ്ട്, ജെല്ലി വെക്കുന്നുണ്ട് കയ്യിലോ. അതൊരു ഇലക്ട്രിക് ചെയർ പോലെ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു വിഷമമുണ്ട്. പക്ഷേ മറ്റേ ആൾക്ക് ഒരു വിഷമമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ മേളത്തെ ഫ്ലോറിലോട്ട് പോകും. ഇവിടെ ഒരു 2-way മൈക്കുണ്ട്. നമ്മൾ മേളിൽ നിന്ന് മൈക്കിൽ നിന്ന് വിളിച്ചെന്ന് പറയുന്നു, താഴെ നിന്ന് ഇയാൾ ആ സെയിം വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു റെഡ് ബട്ടൺ ഉണ്ട്, അത് ഞെക്കിയാൽ മതി. ഞെക്കുമ്പം ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് ഷോക്ക് പോലെ വരും. 15 വോൾട്ട് അറിയത്തോലും ഇല്ലാത്ത ഒരു ഷോക്കുണ്ട്. പക്ഷേ അത് രണ്ടാമത് തെറ്റിച്ചാൽ അത് 30 ആവും, പിന്നെ 45 ആവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം എക്സ്പെരിമെൻറ്റ് തുടങ്ങുന്നു. നമ്മൾ ടീച്ചർ വേർഡ്സ് വായിച്ചുകൊണ്ടിരിക്കുന്നു റാപ്പിഡ്ലി. സ്റ്റുഡൻ്റ് എല്ലാം കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അയാൾ ഒരു തെറ്റുണ്ടാക്കി. അപ്പോൾ നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോഴത്തേക്ക് ഇയാളുടെ ശബ്ദത്തിനൊരു വ്യത്യാസം വന്നു. കുറേക്കൂട്ട് സീരിയസ് ആയി. ശകലം കൊണ്ട് പോയപ്പം പിന്നെ തെറ്റിച്ചു. പിന്നെ ചെക്ക് 30, 45, 90 ആയപ്പം അയാൾ അവിടുന്ന് കരഞ്ഞു വിളിക്കുന്നു, എന്നെ ഇവിടുന്ന് ഇറക്കണം, ഞാൻ ചത്തു. അപ്പം നിങ്ങൾ ബിൽഗ്രാമിനോട് ടേൺ ചെയ്ത് പറയുന്ന ഇയാൾ പറയുന്ന ചത്തു പോകും അല്ലെ വിടാനായിട്ട്. അപ്പം ബിൽഗ്രാം പറയുന്ന എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ചെയ്തുകൊണ്ടിരിക്കും. 120 ആകുമ്പം അയാൾ പറയും, എനിക്ക് ഹാർട്ടിൻ്റെ കണ്ടീഷനുണ്ട്, ഞാൻ മരിച്ചു പോവും. കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. നിങ്ങൾ ബിൽഗ്രാമിനോട് ടേൺ ചെയ്ത് ചോദിക്കും, ഇയാൾ പറയുന്നു ഹാർട്ട് അറ്റാക്ക് വരുമെന്ന്. ബിൽഗ്രാം പറയുന്ന അയാൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല കണ്ടിന്യൂ ചെയ്യാനായിട്ട്. 150 വോൾട്ട് വരുന്നു, ഒരു സ്ക്രീൻ വരും, പിന്നെ സൈലൻസ്. ബിൽഗ്രാം പറയും സൈലൻസ്, സ്ട്രീറ്റ് സൈലൻസ് ആസ് എ റോങ് ആൻസർ. എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ വീഴുമ്പം ഈ മറ്റേ ആൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അയാൾക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നും തോന്നിക്കുന്നില്ല. ഇത് മുഴുവൻ എക്സ്പെരിമെൻ്റ് ഒരു ഫാർസായിരുന്നു, ഒരു കളപ്പീരായിരുന്നു. ഈ ശബ്ദങ്ങളും ഇലയും എല്ലാം റെക്കോർഡഡ് സൗണ്ട്സ് ആയിരുന്നു. ഒറ്റ ഇലക്ട്രിസിറ്റി പോയിട്ടില്ലായിരുന്നു, ഒരു ഇലക്ട്രിസിറ്റിയും ഷോക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ റെക്കോർഡഡ് സൗണ്ട്സ് ആയിരുന്നു ഇയാൾക്ക് കേട്ടോണ്ടിരുന്നത്. പക്ഷേ ഈ എക്സ്പെരിമെൻ്റ് കൊണ്ട് മിൽഗ്രാം കാണിച്ചു ഈ 65% മനുഷ്യർ ഒരു ആളിൻ്റെ ഓർഡേഴ്സ് ഇൻ അതോറിറ്റി കേട്ടതുകൊണ്ട് വേറൊരു മനുഷ്യനെ കൊല്ലാൻ മാത്രം പോലും ഷോക്ക് അടിക്കാനായിട്ട് തയ്യാറാണ്. ഈ ലിറ്റററി കോൺഫറൻസിൽ വന്നവർ ഐ എക്സ്പെക്റ്റ് നിങ്ങൾ ഈ 35% ആണ്, 65% അല്ല. നിങ്ങൾ ഈ തെറ്റ് എന്താണ് അതിൻ്റെ എഗൻസ്റ്റായിട്ട് നിൽക്കാനായിട്ടുള്ള പ്രിപ്പയർഡായിട്ടുള്ള ഡിഫൈ ചെയ്യാനായിട്ടുള്ളവരായിരിക്കണമെന്ന്. ഒരു 40 വർഷം കഴിഞ്ഞിട്ട് ഈ മിൽഗ്രാമിൻ്റെ എക്സ്പെരിമെൻറ്റ് യേൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫോക്ലോറാണ്. എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ലോറൻസ് ലാറ്റർ എന്ന് പറഞ്ഞ ഒരു കൊച്ചു സ്റ്റുഡൻറ്റ് പുതിയതായിട്ട് 40 വർഷം കഴിഞ്ഞിട്ടവിടെ വന്നപ്പം അവർക്കൊരു വലിയ ഇച്ഛയുണ്ടായിരുന്നു, ഈ ആരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഈ മിൽഗ്രാമിനെ ഡിഫൈൻ ചെയ്തവർ, അയാളെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവള് അഡ്വർടൈസ്മെൻ്റൊക്കെ ഇട്ടു, ഒരു ഫോൺ കോൾ വന്നു. അവൾ വലിയ സന്തോഷത്തിൽ കാറും എടുത്തു, അയാളെ പോയി കാണാൻ പോയി. ഇയാൾക്കിപ്പം 78 വയസ്സായിരുന്നു. ഇയാൾ ആ എക്സ്പെരിമെൻറ്റിൽ ഉണ്ടായിരുന്നു. അപ്പം ഈ ലോറൻസ് ലാറ്റർ ചോദിച്ചു, എങ്ങനെയാണ് ഇയാളെ ഡിഫൈൻ ചെയ്തത്, എങ്ങനെയാണ് നിങ്ങൾക്ക് അത്രയും ശക്തി വന്നതെന്ന്. അപ്പം ഇയാൾ പറഞ്ഞു,
ഈ ഞാനൊരു 120 ആയപ്പോൾ നിർത്തി. ഇത് ഒരുപാട് ടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. എൻ്റെ ഹാർട്ടൊക്കെ റേസ് ചെയ്യായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് കിട്ടാൻ പോകാമെന്ന്. എനിക്ക് അത്രയും കൈയൊക്കെ വിറക്കിയായിരുന്നു. പിന്നെ അയാൾ അവിടെ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അയാൾ സ്ക്രീം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തി. ലോറൻസ് ലാറ്റർ നോട്ട് ചെയ്തു, ഇയാൾ നിർത്തിയത് ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് കിട്ടാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേയാളുടെ സ്ക്രീമിങ് സെക്കൻഡറി ആയിരുന്നു. പക്ഷേ ഈ ജോഷുവ ചാപ്പ് എന്ന് പറഞ്ഞ ആൾ ആക്ച്വലി ഒരു ഡിഫയർ ആയിരുന്നു. അടുത്ത ദിവസം അയാൾ മിൽഗ്രാമിൻ്റെ അടുത്ത് പോയി. മിൽഗ്രാമിനോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഈ എക്സ്പെരിമെൻറ്റ് തെറ്റാണ്. നിങ്ങൾ അഡ്വർടൈസ് ചെയ്തത് ഇത് ലേണിങ്ങിനെ പറ്റിയാണ്, ഇത് ഒബീഡിയൻസിനെ പറ്റിയുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. നിങ്ങൾ ആരെയും ടെസ്റ്റ് ചെയ്യുന്നില്ല നേരത്തെ കൂട്ടി, എല്ലാവർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരും. ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരും, ഞാൻ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാൻ പോകാണെന്ന് പറഞ്ഞു. ഡിഡ് കോവിഡ് ചേഞ്ച് അവർ വേൾഡ് എന്നുള്ളൊരു ചോദ്യമാണ്, എന്നൊരു വിഷയമാണ് ഇവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഡോക്ടർ ജേക്കബ് പുളിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഡിഡ് കോവിഡ് ചേഞ്ച് അവർ വേൾഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റ് വിഷയങ്ങളുണ്ട്, ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, സ്യൂഡോ സയൻസിൻ്റെ രംഗപ്രവേശം അല്ലെങ്കിൽ അതിൻ്റെ അതിപ്രസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആരോഗ്യ മേഖലയിൽ പല മാറ്റങ്ങളും അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഹെൽത്ത് ഫെസിലിറ്റീസിൽ പല പുതിയ സംവിധാനങ്ങളും നിലവിൽ വരികയും, ഉദാഹരണത്തിന് വെന്റിലേറ്റർ ഇഷ്ടംപോലെ നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. അത് എത്രമാത്രം ഇനി അങ്ങോട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഡോക്ടർ ഒന്ന് ഇരിക്കൂ നമ്മൾ പ്ലീസ് പല വിഷയങ്ങളും അവിടെ ഉണ്ട്. എന്നിരുന്നാലും ഇന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ യാതൊരു വിധത്തിലുള്ള ക്ഷാമമില്ലാത്ത വിധത്തിൽ ഓക്സിജൻ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ പോലും കോവിഡിൻ്റെ ഭാഗമായിട്ട് വന്നു. അതൊരു വലിയ നേട്ടമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ വന്നു. നമ്മൾ ആ മാറ്റങ്ങൾ കാണാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്വകാര്യ മേഖല വളരെയധികം ഇതിൻ്റെ സാധ്യത കണ്ടു. കോവിഡിൻ്റെ ശേഷം ജനങ്ങൾക്ക് കൂടുതലായിട്ട് ആരോഗ്യ സേവനങ്ങൾ നൽകാനായിട്ട് സ്വകാര്യ മേഖല അതിനകത്ത് നിക്ഷേപം നടത്തുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് കോവിഡിന് ശേഷം കാണാൻ സാധിച്ചത്. കോവിഡ് എങ്ങനെയാണ് നമ്മുടെ ജീവിതം മാറ്റിയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. പിന്നെ കോർപ്പറേറ്റ് സെക്ടർ അതിൻ്റെ പിടി കൂടുതലായിട്ട് ആരോഗ്യ മേഖലയിൽ മുറുക്കുന്നുണ്ട്. പിന്നെ ജനങ്ങളുടെ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ അസുഖം വന്നില്ലെങ്കിലും നമ്മളെ ആരോഗ്യം മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമല്ലാതിരിക്കാനും ആവശ്യമായിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേണാണ്. ആ ബിഹേവിയർ പാറ്റേൺ നേരത്തെ ഉണ്ടായതിനേക്കാളും കൂടുതലായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊക്കെ പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് കോവിഡ് എന്നൊരു വലിയൊരു മഹാമാരി ലോകത്തെ സാർ എന്നെ ഇവിടെ പറയുകയുണ്ടായി. 70 ലക്ഷം ആൾക്കാർ ലോകമെമ്പാടും മരിച്ചു. പിന്നെ അത് 3 കോടി വരെ മരിച്ചു എന്നൊക്കെയുള്ള കണക്കുകൾ അത് പറയുന്നുണ്ട്. ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ വളരെയധികം ജനങ്ങൾ കോവിഡിൻ്റെ ഭാഗമായിട്ട് കോവിഡ് ബാധിച്ച് മരിച്ചു. അപ്പോൾ ഇനിയും അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ വെല്ലുവിളികൾ നേരിടാൻ വേണ്ടി സുസജ്ജമാവണം. ഈ ചർച്ചകളൊന്നും നമ്മളുടെ അരമണിക്കൂറോ 1 മണിക്കൂറോ വെച്ചിട്ട് തീർക്കാൻ പറ്റുന്നൊരു വിഷയമാണെന്ന് ഒരിക്കലും നമ്മൾ കരുതാൻ പാടില്ല. തുടർന്നുമുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ തുടർന്നു വരേണ്ടതാണ്. മാനവരാശിക്ക് ആത്യന്തികമായിട്ട് വേണ്ടത്, മാനവരാശിക്ക് ഈ ഗ്രഹത്തെ ശാശ്വതമായി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ജനത ലോകത്തെമ്പാടും വളർന്നു വരേണ്ടതാണ്. ആ ഒരു രീതിയിലേക്കുള്ള ചിന്തകളാണ് നമ്മൾ വരേണ്ടത്. ആ ഒരു രീതിയിലേക്കുള്ള റിസർച്ചുകളാണ്, ഗവേഷണങ്ങളാണ് നമ്മൾ നടത്തി വരേണ്ടത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാനവരാശി ആ ഒരു തലത്തിലേക്ക് വരണമെങ്കിൽ ലോകത്തിലെ എല്ലാ ജനങ്ങളും, എല്ലാ വിഭാഗങ്ങളും
ഒരുമിച്ച് നിന്നുകൊണ്ട് വരാനിരിക്കുന്ന തലമുറകൾക്ക് ഈ പ്ലാനറ്റിനെ, ഈ ഗ്രഹത്തെ നമുക്ക് എല്ലാ കാലത്തേക്കുമായി കൈമാറാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മൾ പെരുമാറണം. കൂടുതലൊന്നും ഇപ്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഐ തിങ്ക് വി വിൽ കൺക്ലൂഡ് ദ സെഷൻ ഹിയർ. ഞാൻ ഒരു ഡോക്ടറല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഈ കോവിഡിന് ശേഷം ലോകം മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, കോവിഡിന് ശേഷം ലോകം മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ലോകം മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം പ്ലീസ് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാക്സിനേഷനെതിരായി നിലപാടെടുത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എടുത്തത്. ഞാൻ ചോദിക്കുന്നത്, കോവിഡ് എന്ന് പറയുന്നത് ഒരു വലിയ മഹാമാരിയാണെന്നും അത് വലിയ തോതിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു മരണനിരക്കുള്ള ഒരു കാര്യമാണെന്നുമായിരുന്നു നമ്മൾ ആദ്യം കേട്ടത്. ഞാനും അത് വിശ്വസിച്ച ഒരാളാണ്. പിന്നീട് ഇത് പഠിക്കുന്ന സമയത്ത് 99.85% പേർ സുരക്ഷിതമായ ഒരു വൈറസാണ് ഇത് അഫക്റ്റ് ചെയ്താൽ 99.85. 0.15 മാത്രം അപകടമുള്ള ഒരു വൈറസ് ബാധയാണ് കോവിഡ് എന്ന് അറിയാൻ കഴിഞ്ഞു. പിന്നീട് വരുന്നത് വാക്സിനാണ് ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാണ് വരുന്നത്. വാക്സിൻ്റെ അപകട നിരക്ക് എന്ന് പറയുന്നത് 20% ആണ്. 80% സുരക്ഷിതവും 20% അപകടവുമാണ്. അങ്ങനെയാണെങ്കിൽ കോവിഡിനെ നേരിടേണ്ടിരുന്ന രീതി ഏറ്റവും സുരക്ഷിതമായ മാർഗമല്ലേ ഒരു ആരോഗ്യ സമൂഹം, ഒരു മെച്യൂർഡായിട്ടുള്ള ഒരു ആരോഗ്യ സമൂഹം, ഒരു ശാസ്ത്രീയമായ സമീപനം എടുക്കുന്ന ഒരു ആരോഗ്യ സംവിധാനം, ഒരു ആരോഗ്യ സമൂഹം അതിനെ നേരിടേണ്ടത് ഏറ്റവും സുരക്ഷിതമായ മാർഗം ഉപയോഗിച്ചായിരുന്നില്ലേ? അപ്പം 20% അപകടമായിട്ടുള്ള വാക്സിനേഷനായിരുന്നോ 80% സുരക്ഷിതമെന്ന് അവകാശപ്പെട്ട പിന്നീട് 50% പോലും സുരക്ഷിതമല്ല എന്ന് രണ്ടാം ഘട്ടത്തിൽ തെളിയിക്കപ്പെട്ട, പിന്നീട് വാക്സിനേഷൻ ഈ കോവിഷീൽഡ് പക്ഷാഘാതത്തിനും പിന്നെ രക്തം കട്ട പിടിക്കുന്നതിന് കാരണമാകുന്നു എന്ന് പറഞ്ഞ് പിൻവലിച്ച ആ വാക്സിനേഷൻ ആയിരുന്നോ സ്വീകരിക്കേണ്ടിരുന്നത്? അതോ 99.85% പേർക്കും വന്നു പോകട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു ശാസ്ത്രീയ സമീപനം ആയിരുന്നോ സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇത് ഈ 99.85% പേർ വന്നാലും സുരക്ഷിതമാകുന്ന ഒരു സമീപനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ഇത്രയും അപകടകരമായ ഒരു കാര്യം സ്വീകരിച്ചു ഈ ആരോഗ്യ സമൂഹം എന്നുള്ളതാണ് ജേക്കബ് പുളിയലിനോടാണ് എൻ്റെ ചോദ്യം. ഇത് ശരിയാണ്. ഈ ഒരു അപകടം ഉണ്ടായിരുന്നു, 98% വലിയ പ്രോബ്ലം ഉണ്ടായില്ലേലും ഈ 2% ആണ് ഈ 70 lakhs കൊന്നത്. അപ്പം ആ സമയത്ത് ഒരു വണ്ടർഫുൾ വാക്സിൻ വന്നു, ശരിക്കും ടെസ്റ്റ് ചെയ്യാതെ കൊടുത്തു. അത് തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് US കോൺഗ്രഷണൽ ഫൈനൽ റിപ്പോർട്ട് ഓൺ കോവിഡ് നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. സോ അത് ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതിലാണ് കൂടുതൽ തെറ്റ്, നമ്മൾ ആക്ട് ചെയ്തതിലാണോ ആക്ട് ചെയ്യാഞ്ഞതിൻ്റെയാണോ അന്ന് കൂടുതൽ തെറ്റെന്ന് ഞങ്ങൾക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. നമുക്ക് വി വിൽ നോ ഇൻ ഡ്യൂ കോഴ്സ്. ബട്ട് വാട്ട് വി നീഡ് ടു ലേൺ ഈസ് ദാറ്റ് ഡോക്ടേഴ്സ് ആർ വെരി മച്ച് അണ്ടർ ദ ഫാർമ ഇൻഡസ്ട്രി. അവരുടെ കാര്യങ്ങൾ ഈ ഫാമയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും അവരെ പുഷ് ചെയ്യാനായിട്ടുമൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് നമുക്ക് നല്ലപോലെ തിരിച്ചറിയണം. ഡോക്ടേഴ്സ് പറയുന്ന എല്ലാം ശരിയാണെന്ന് വിചാരിക്കില്ല. നമുക്ക് ഡിഫൈ ചെയ്യണം, ഡോക്ടേഴ്സിനോടും ഡിഫൈ ചെയ്യണം. അങ്ങനെ പഠിച്ചാലേ നമ്മൾ ശരിക്ക് റേസായിട്ട് ജീവിക്കാനൊക്കത്തുള്ളൂ. നമുക്കിത് ഒരിക്കലും ലെസൺ എടുക്കല്ല. ഈ കോവിഡ് വന്നു മനുഷ്യരെ പേടിപ്പിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാമെന്നുള്ള ആ ബുദ്ധി നമുക്ക് വരണം. ചെയ്യാനൊക്കത്തില്ല എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്,
കമ്പോളം നിയന്ത്രിച്ച ഒരു സയൻസിനെ സയൻസ് എന്ന് പറയാൻ പറ്റുമോ? കമ്പോളം നിയന്ത്രിച്ചുകൊണ്ട് മാത്രമായില്ലേ വാക്സിൻ പ്രശ്നം, വാക്സിൻ ഇത്രയും കച്ചവടം നടക്കുകയും അത് ഇത്തരത്തിലൊരു ഭീതിയായി മാറുകയും അതിനുശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ വാക്സിൻ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ഇതിൽ ഏതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് ആണ് എന്ന് പറയുക? സയൻസ് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഇതിലേതാണ് സത്യം? ഇത്തരം പഠനം കമ്പോളമാണോ ഇവിടെ ജയിച്ചത്, ശാസ്ത്രമാണോ ജയിച്ചത് എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതില്ലേ, പറയാൻ പറ്റേണ്ടതില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്നെ മറ്റ് ചികിത്സാ ശാസ്ത്ര വിഭാഗങ്ങളൊക്കെ തന്നെ ഇത് 10 വർഷം മുമ്പ് തന്നെ പ്രമേഹം അടക്കമുള്ള ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഇവിടെയുള്ള ആൾക്കാർ നേരത്തെ മുതൽ പറഞ്ഞിരുന്നതാണ്. കോവിഡിന് ശേഷം ഉണ്ടായ സാധനമല്ല. ഹെൽത്ത് അസംബ്ലിയിൽ ഈ സാധനം വന്നു കഴിഞ്ഞപ്പോൾ അത് ശാസ്ത്രീയമാവുകയും അതിനു മുമ്പ് ഇവിടെ പരമ്പരാഗത ചികിത്സ നടത്തിക്കൊണ്ടിരുന്നവർ ജീവിതശൈലി രോഗങ്ങളാണ് ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നമെന്ന് പറയുമ്പം അവരെ അശാസ്ത്രീയരെന്ന് പറയുകയും ചെയ്തതിടത്തേക്ക് തന്നെയല്ലേ ലോകം വീണ്ടും പോകുന്നത്? പുതിയൊരു പാൻഡമിക് വരാൻ പോകുന്നു എന്ന് നമ്മൾ പേടിക്കേണ്ടതില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സാറിനോട്. നമ്മളിതൊക്കെ പറയുമ്പം മെഡിസിൻ ഒരുപാട് ഫലം ചെയ്തിട്ടുണ്ട്, മെഡിസിൻ ഒരുപാട് തെറ്റുകളും ചെയ്തിട്ടുണ്ട്, എല്ലാ മരുന്നിനും സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് ഒരു ബാലൻസ് ആയിട്ട് ബെനിഫിറ്റ് അഗൈൻസ്റ്റ് റിസ്ക് നോക്കിയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ വാക്സിനും എല്ലാ മരുന്നും അഴുക്കാണെന്നോ എല്ലാ വാക്സിനും എല്ലാ മരുന്നും നല്ലതാണോന്നോ അങ്ങനത്തെ ഒരു ലെസൺ ഒരിക്കലും നമുക്ക് എടുക്കാനൊക്കത്തില്ല. കോവിഡ് ഈസ് ഇറ്റ് മാൻമെയ്ഡ് എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഇത് മാൻമെയ്ഡ് തന്നെയാണ്, ദൈവം തന്ന ഒരു വാക്സിൻ അല്ല, മാൻമെയ്ഡാണ്. എൻ്റെ ചോദ്യം, ഇത് റിയലി ബിസിനസ് മൈൻഡിൽ പുറത്ത് വിടുന്നതിനേക്കാളും മുമ്പ് അതിനുള്ള മാസ്ക്, റെമഡി, മരുന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഏതോ കമ്പനി അല്ലെങ്കിൽ ചില കമ്പനികൾ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണോ? അത് ശരിയാണെങ്കിൽ അവരൊന്ന് പിടിച്ചു കെട്ടാൻ ഇവിടെ ആണുങ്ങളില്ലേ? അങ്ങനത്തെ ഒരു ചില കാര്യങ്ങളാണ് എനിക്ക് സാറത്തിന് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്താകുമ്പോൾ അതിൻ്റെ ഒരു ഉത്ഭവത്തെ പറ്റിയും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സാറിപ്പോൾ ഇതിൻ്റെ റെമഡിയൽ കാര്യങ്ങളും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റോ പറയുന്നത്, പക്ഷെ ഞാൻ പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. ഹൗ ഇറ്റ് ഹാസ് റൂയിൻഡ് lifestyle. ഇതാണ് എൻ്റെ ചോദ്യം. That is true, and we are coming to that. There is the inquiries that are happening. There is the final report of the COVID Congressional Committee. There will be further action. Peter Daszak, he will be jailed. Anthony Fauci may get pardoned, I'm not sure. But these things will happen. It'll take their time. Let's not hurry it. But what we have to learn from this is that we should not be carried away by any pharma industry for their benefit. And we should look at both the pros and the cons. And this fear-mongering around the virus, etc., was probably overdone. And this masking and all that aggravated that problem. There will be an accounting for it in due course, I hope. That answers your question.